ഹം ദില്ലി ജാരെ ടിടിആർ കെ സാത്ത് ബാത്ത് ഹോ രേ. അദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അദ്ദേഹം ഇനി ചോദിക്കുന്നത്, പേര് ചോദിച്ചു, ടിക്കറ്റ് ചോദിച്ചു, ഫാമിലിയൊക്കെ കൂടെ ഉണ്ടോ എന്നുള്ളത് ചോദിച്ചു, അവരോട് പറഞ്ഞു. ഇനി അദ്ദേഹം എന്താ ചോദിക്കുന്നു നോക്കാം. അദ്ദേഹം ഇനി ചോദിക്കുന്നത് നിങ്ങളുടെ ID തരൂ എന്നാണ്. നിങ്ങളുടെ ID തരൂ എന്നാണ്. അതിന് ID ദീജിയെ ആപ്ക ദിഖായിയെ എന്നുള്ളത് ആദ്യം നമ്മൾ പഠിച്ചു. അതാണ് ഒരു വാക്ക് നമ്മൾ പഠിച്ചത്. ഇത് ദീജി എന്ന ദേദോ എന്ന് പറഞ്ഞാൽ മതി. എക്സ്ട്രാ ബഹുമാനിക്കുമ്പോൾ പറയുന്ന ദീജിയെ എന്ന് പറയുന്നത്. ദേദോ തുമാര ID ദേദോ, അജി സറ ID ദേദോ യാർ, അത്രയൊക്കെ ചോദിക്കുള്ളൂ. പക്ഷെ എക്സ്ട്രാ ബഹുമാനത്തോടു കൂടെയുള്ള വാക്ക് നാം പഠിച്ചു വെച്ചാൽ നമുക്കത് പ്രയോഗിക്കാലോ. പല ആളുകളും അങ്ങനെ ചോദിക്കുള്ളൂ. ഓക്കെ, ID നിങ്ങളുടെ ID തരൂ. ആപ്കി ID ദീജിയെ. അങ്ങനെ ആപ്കി ID എന്നൊന്നും പറയേണ്ടതില്ലല്ലോ, കാരണം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ നമ്മളങ്ങനെ. ID ദീജിയെ. ID എന്നുള്ളത് സാധാരണഗതിയിൽ ID തന്നെ ഉപയോഗിക്കാറുള്ളത്. ID ദീജിയെ ആപ്ക. ഇവിടെ ആപ്ക താങ്കളുടെ, ആപ്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാം ID എന്ന വാക്ക് പിന്നനുസരിച്ച്. ഓക്കെ, അതെ സർ, ഇതാണ് എൻ്റെ ID. അപ്പം നിങ്ങൾ എന്താ കൊടുക്കുമ്പോൾ എന്ത് പറയണം? ജി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജി സർ, ജി ജനാബ്, അങ്ങനെ ജി എന്ന് പറയാം. ഓക്കെ, ജി സാബ്, ജി യഹി ഹെ മേരി ID. കണ്ടങ്ങൾ, യഹി ഹെ ഇതാണ്. എന്ന് പറഞ്ഞാൽ ഇത് എന്നാണ്. യഹി എന്ന് പറഞ്ഞാൽ ഇതന്നെയാണ്, ആ അർത്ഥത്തിന് യഹി ഹെ മേരി ID. അപ്പോൾ ID നിങ്ങൾ ആ ടിക്കറ്റിൻ്റെ കൂടെ എടുത്ത് വെച്ചിരുന്നു, അദ്ദേഹത്തിനെ കാണിച്ചിരുന്നു. അപ്പോൾ പറയും ഇതന്നെയാണ് എൻ്റെ ID. അതാണ് യഹി ഹെ മേരി ID. എങ്ങനെയാ പറയണത്? യഹി ഹെ മേരി ID. പറഞ്ഞോക്കെ, യഹി ഹെ മേരി ID. ഇത് തന്നെയാണ് എൻ്റെ ID എന്ന് പറയാം. ഓക്കെ ആണോ? ജനാബ് യഹി ഹെ മേരി ID, ये मेरी ID है ജനാബ്. ഓക്കെ, ID പ്രൂഫ്. ഓക്കെ ആണോ? അപ്പം നമ്മൾ എന്ത് ചെയ്തു? അദ്ദേഹത്തിനോട് ആദ്യം പറഞ്ഞതിൽ നമ്മൾ പഠിച്ചൊരു വേർഡ് ദിഖാന, കാണിക്കുക. ഇപ്പോൾ ചിലപ്പോൾ എന്താവും, എല്ലാവരും ഗ്രൂപ്പ് ടിക്കറ്റാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും 10-20 പേര് ട്രെയിനിൽ പോവാണ്. ആ സമയത്ത് പിന്നെ TTR ഒരു വലിയ അനൗൺസ്, സബ് ലോഗ് അപ്പന ID ദിഖാന ഉണ്ട്. അപ്പം ദിഖാന എന്നേ പറയുള്ളൂ. സബ് ലോഗ് അപ്പന ID ദിഖാന. ആരും അങ്ങോട്ട് മാറി കൊടുക്കണ്ട, എല്ലാവരും അവനവൻ്റെ കയ്യിൽ ID വെക്കുക. ചില കള്ളത്തരമൊക്കെ ഉണ്ടാകും എന്നൊരു ചിന്ത കൊണ്ടായിരിക്കാം അത്. അപ്പം എല്ലാവരും അവനവൻ്റെ കയ്യിൽ ID വെച്ചുകൊണ്ട് കാണിച്ചു കൊടുക്കണം, ഷോ ചെയ്യണം. സബ് ലോഗ് അപ്പന ID ദിഖാന. ഒരു പേഴ്സണലായിട്ട് ഒരാളോട് പറയുമ്പോൾ ദിഖായിയേ, ദിഖാവോ, നമ്മളങ്ങനെ പറയും, ദിഖാവോ യാർ. അതാണ് ഒന്ന്. രണ്ടാമത്തത് ദീജിയെ എന്നതാണ്. ദിഖാന ഷോ ചെയ്യുക, ദീജിയെ തരൂന, നിങ്ങളുടെ ID ഒന്ന് തരൂ, ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി. അദ്ദേഹം ഒന്ന് കറക്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താക്കും? ദീജിയെ ദേ ദോ, തുമാര ID ദേ ദോ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം അത് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ അടുത്തൊരു വാക്ക് അദ്ദേഹം ചോദിക്കുന്നത് നോക്കാം. നമുക്ക് അത് കഴിഞ്ഞു, ആ വാക്കുകൾ കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു സർ, ശുക്രിയ, ധന്യവാദ്. തിരിച്ചു വന്നു, ധന്യവാദ് ആപ്ക, ബഹുത് ശുക്രിയ ജനം, ബഹുത് ശുക്രിയ. ബസ്. അപ്പോൾ ഇതിൻ്റെ ഡൽഹി യാത്രയിൽ ഇനി അടുത്തൊരു സ്റ്റെപ്പ്, നമുക്കൊരാളെ പരിചയപ്പെടണം. സിഖുകാരനായ ഒരു ഹിന്ദിക്കാരനെ പരിചയപ്പെട്ട് സംസാരിക്കണം. നിങ്ങൾ തയ്യാറാണോ? അടുത്ത എപ്പിസോഡിലേക്ക് വരിക.